കൈവെട്ട് കേസിൽ ആദ്യം പോലീസിനും പിന്നീട് NIAയ്ക്കും വലിയ നാണക്കേടുണ്ടാക്കിയതാണ് സവാദിന്റെ ഒളിവ് ജീവിതം. NIA പാരിതോഷികമടക്കം പ്രഖ്യാപിച്ച പിടികിട്ടാപ്പുള്ളി. 2010 ജൂലൈ 4 മുതൽ അന്വേഷണ ഏജൻസികളുടെ കണ്ണുവെട്ടിച്ചു നടക്കുകയായിരുന്നു ഈ കൊടും കുറ്റവാളി. ഇന്നലെ രാത്രി കണ്ണൂരിലെ ബേരകത്ത് നിന്നാണ് ഇയാളെ പിടികൂടിയത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ മാത്രം അറിയിച്ച് NIA അതീവ രഹസ്യമാക്കി നടത്തിയ ഓപ്പറേഷനിലാണ് സവാദ് കുടുങ്ങിയത്. മരപ്പണിക്കാരനായി ഏറെക്കാലമായി ബേരകത്ത് വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. പുലർച്ചെ തന്നെ കൊച്ചിയിലെത്തിച്ച പ്രതിയെ NIA ഓഫീസിൽ വിശദമായി ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി. പ്രൊഫസർ TJ ജോസഫിനെ ആക്രമിച്ച സംഘത്തിലുണ്ടായിരുന്ന സവാദാണ് മഴ ഉപയോഗിച്ച് കൈപ്പത്തി വെട്ടിമാറ്റിയത്. ഇത്തരം ആക്രമണങ്ങൾക്ക് പ്രത്യേക പരിശീലനം നേടിയ ആളാണ് സവാദെന്ന് നേരത്തെ തന്നെ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു. സവാദിന്റെ അറസ്റ്റ് വാർത്തയ്ക്ക് പിന്നാലെ പ്രൊഫസർ TJ ജോസഫ് നടത്തിയ 2 വിമർശനങ്ങൾ ശ്രദ്ധേയമായി. ചോദ്യപേപ്പർ കേസിൽ തന്നെ കണ്ടെത്താൻ നടത്തിയ അന്വേഷണം സവാദിനെ പിടികൂടാൻ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. 2, അക്രമി സംഘത്തെ പറഞ്ഞുവിട്ട യഥാർത്ഥ കുറ്റവാളികൾ ഇപ്പോഴും പുറത്താണ്. എൻ്റെ കൈവെട്ടാനോ എന്നെ ആക്രമിച്ച് കൊല്ലാനോ ഒക്കെ തീരുമാനമെടുത്ത ഒരു ബുദ്ധി, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ, ഇവരുടെയൊക്കെ യജമാനന്മാർ ഒരിക്കലും ഈ കേസിൻ്റെ മുന്നിലേക്ക് വരുന്നില്ല. അങ്ങോട്ടേക്കൊന്നും കേസിന്റെ അന്വേഷണം എത്തിയിട്ടില്ല. സവാദിന്റെ അറസ്റ്റോടെ കേസിൽ കൂടുതൽ പേരുടെ പങ്കാളിത്തമുണ്ടെങ്കിൽ കണ്ടെത്താനുള്ള ശ്രമം NIA നടത്തും. ഇനി കേസിലെ 1ാം പ്രതിക്കായി 3ാം ഘട്ട വിചാരണയും വേണ്ടിവരും. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.